3000 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ അതിരപ്പള്ളി വില്ലേജ് ഓഫീസർ വിജിലൻസിന്റെ പിടിയിലായി. പറവൂർ സ്വദേശി KL ജൂഡാണ് പിടിയിലായത്. ഭൂമിയുടെ അവകാശരേഖ അനുവദിക്കുന്നതിനായി പണം കൈപ്പറ്റുന്നതിനിടെയായിരുന്നു അറസ്റ്റ്. ബജറ്റ് സമ്മേളനത്തിന് ലോക്സഭയിൽ തുടക്കമായി. മൂന്നാം മോദി സർക്കാരിന്റെ രണ്ടാം ബജറ്റ് നാളെ. ബജറ്റിൽ പ്രതീക്ഷയർപ്പിച്ച് തൃശൂർ. കുപ്രസിദ്ധ ഗുണ്ട തീക്കാറ്റ് സാജനെ നാളെ തൃശൂരിലെത്തിക്കും. ഒളിവിലായിരുന്ന ഇയാളെ ഹൈദരാബാദിൽ നിന്നാണ് പോലീസ് പിടികൂടിയത്. ഡി-സോൺ കലോത്സവത്തിനിടെയുണ്ടായ സംഘർഷം 3 KSU പ്രവർത്തകർ കൂടി കസ്റ്റഡിയിൽ. യൂണിയൻ ചെയർപേഴ്സണിന്റെ പരാതിയിൽ 10 SFI പ്രവർത്തകർക്കെതിരെ കേസെടുത്തു. സ്വർണവില കുതിക്കുന്നു. പവന് 960 രൂപയുടെ വർധന. 1 പവൻ സ്വർണത്തിന്റെ വില 61,840 രൂപ. സീനിയർ നാഷണൽ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് കുന്നംകുളത്ത് തുടക്കമായി. 4 ദിവസം നീണ്ടു നിൽക്കുന്ന ചാമ്പ്യൻഷിപ്പ് തിങ്കളാഴ്ച സമാപിക്കും. വാർത്തകൾ വിശദമായി. 3000 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടയിൽ അതിരപ്പള്ളി വില്ലേജ് ഓഫീസർ വിജിലൻസ് പിടിയിലായി. അതിരപ്പള്ളി സ്മാർട്ട് വില്ലേജ് ഓഫീസർ KL ജൂഡാണ് അറസ്റ്റിലായത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്കായിരുന്നു സംഭവം. വൈശ്ശേരി സ്വദേശി ഷൈജനിൽ നിന്നാണ് ഇയാൾ കൈക്കൂലി വാങ്ങിയത്. തന്റെ ഭൂമി വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട് റേറ്റ് ഓഫ് രജിസ്റ്റർ ലഭിക്കുന്നതിന് വേണ്ടി ഷൈജൻ വില്ലേജ് ഓഫീസറെ സമീപിച്ചപ്പോൾ കൈക്കൂലി ആവശ്യപ്പെടുകയായിരുന്നു. ഈ വിവരം ഇയാൾ തൃശൂർ വിജിലൻസ് ഓഫീസിൽ അറിയിച്ചു. തുടർന്ന് ഡിവൈഎസ്പി ജിം പോൾ നിർദ്ദേശിച്ചത് അനുസരിച്ചായിരുന്നു ഷൈജൻ പണവുമായി വില്ലേജ് ഓഫീസിൽ എത്തിയത്. പണം കൈമാറുമ്പോൾ കൈയോടെ വിജിലൻസ് സംഘം വില്ലേജ് ഓഫീസറെ പിടികൂടുകയായിരുന്നു. വില്ലേജ് ഓഫീസറെ മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ ഹാജരാക്കി. മുൻപും കൈക്കൂലി കേസിൽ ജൂഡിനെ വിജിലൻസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. സർക്കാർ വലിയ സംവിധാനങ്ങളോടെ വില്ലേജ് ഓഫീസുകൾ നിർമ്മിക്കുമ്പോൾ സാധാരണക്കാരന് അഭയമാകേണ്ട വില്ലേജ് ഓഫീസുകൾ അഴിമതിയുടെ കേന്ദ്രങ്ങളായി മാറുന്നതായും അഴിമതിയുടെ കറ പുരളുന്ന ഉദ്യോഗസ്ഥർക്ക് തക്ക ശിക്ഷ നൽകണമെന്നും അതിരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് KK റിജേഷ് പറഞ്ഞു. നമ്മുടെ അതിരപ്പള്ളി വില്ലേജ് ഓഫീസർ കൈക്കൂലി വാങ്ങിയ കേസിൽ വിജിലൻസ് അന്വേഷണം നടത്തുകയാണ്. ഇതുവരെ വിജിലൻസിന് പണം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. നിരവധി സാധാരണക്കാരുടെ വിഷയങ്ങൾക്കകത്ത് ഇടപെടാത്ത വില്ലേജ് ഓഫീസർമാരെ നിരന്തരം നമ്മുടെ പഞ്ചായത്തിൽ സാധാരണക്കാരൻ്റെ പ്രശ്നം ഉണ്ടാവാറുണ്ട്. വിജിലൻസ് പണം കണ്ടെത്തും, ഇയാൾക്കെതിരെ നടപടി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കുന്നതിന് താല്പര്യം കാണിക്കാത്ത ഇയാളെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണമെന്നാണ് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്ന രീതിയിൽ എനിക്ക് വ്യക്തമാക്കുന്നത്. ബജറ്റ് സമ്മേളനത്തിന് ലോക്സഭയിൽ തുടക്കമായി. ബജറ്റ് അവതരണം നാളെ. കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ നാളെ ബജറ്റ് അവതരിപ്പിക്കും. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെയാണ് ബജറ്റ് സമ്മേളനത്തിന് തുടക്കമായത്. നികുതി ഭാരം കുറയ്ക്കുമെന്ന് രാഷ്ട്രപതി നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറഞ്ഞു. നാളെ അവതരിപ്പിക്കുന്ന പൊതു ബജറ്റ് രാജ്യം ആകാംക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നത്. ബജറ്റിൽ വയനാട് പാക്കേജ് ഉണ്ടാവുമെന്നാണ് കേരളത്തിന്റെ പ്രതീക്ഷ. സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായിരിക്കെയുള്ള ബജറ്റിനെ തൃശൂർ ഏറെ പ്രതീക്ഷയോടെയാണ് കാണുന്നത്. ജില്ലയ്ക്കായി ഒട്ടേറെ പദ്ധതികൾ സുരേഷ് ഗോപി പ്രഖ്യാപിച്ചിരുന്നു. ഗുരുവായൂർ ഉൾപ്പെടെയുള്ള തീർത്ഥാടന സർക്യൂട്ട്, കോൾ മേഖല ഉൾപ്പെടെയുള്ള കാർഷിക മേഖലയ്ക്ക് പുത്തൻ പദ്ധതികൾ എന്നിവ ബജറ്റിലുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. കുപ്രസിദ്ധ ഗുണ്ട തീക്കാറ്റ് സാജനെ നാളെ തൃശൂരിലെത്തിക്കും. ഒളിവിൽ കഴിയുകയായിരുന്ന ഇയാളെ ഹൈദരാബാദിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം പോലീസ് പിടികൂടിയത്. കഴിഞ്ഞ ജൂലൈയിൽ തേക്കിൻകാട് മൈതാനിയിൽ ആവേശം മോഡൽ പിറന്നാൾ ആഘോഷം നടത്താനൊരുങ്ങിയ സാജന്റെ നീക്കം പോലീസ് പൊളിച്ചിരുന്നു. ഈ വൈരാഗ്യത്തിൽ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനും കമ്മീഷണർ ഓഫീസും ബോംബ് വെച്ച് തകർക്കുമെന്ന് സാജൻ ഭീഷണി മുഴക്കിയിരുന്നു. പിന്നീട് ഇയാൾ ഒളിവിൽ പോവുകയായിരുന്നു. പുത്തൂർ സ്വദേശിയായ സാജൻ 2 വധശ്രമം ഉൾപ്പെടെ 14 കേസുകളിൽ പ്രതിയാണ്. കാലിക്കറ്റ് സർവകലാശാല ഡി-സോൺ കലോത്സവത്തിനിടെയുണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട് 3 KSU പ്രവർത്തകരെ കൂടി കസ്റ്റഡിയിലെടുത്തു. അക്ഷയ്, സാരംഗ്, ആദിത്യൻ എന്നിവരാണ് കസ്റ്റഡിയിലായത്. ഇതോടെ 6 KSU പ്രവർത്തകരാണ് പിടിയിലാകുന്നത്. അതേസമയം കാലിക്കറ്റ് സർവകലാശാല ചെയർപേഴ്സൺ നിദ ഫാത്തിമ, KSU പ്രവർത്തകനായ ഷാജി എന്നിവരുടെ പരാതിയിൽ SFI പ്രവർത്തകരായ ആശിഷ്, റിസ്വാൻ, മനീഷ് ഉൾപ്പെടെ 10 പേർക്കെതിരെ മാള പോലീസ് കേസെടുത്തു. മാരകായുധങ്ങൾ കൊണ്ട് ആക്രമിക്കുകയും അസഭ്യം പറയുകയും ചെയ്തെന്നാണ് പരാതിയിൽ ആരോപിക്കുന്നത്. ഭാരതീയ ന്യായ് സംഹിതയിലെ അന്യായമായി സംഘം ചേരൽ, മനഃപൂർവമായ നരഹത്യാശ്രമം, മാരകായുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിക്കൽ തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്.
സ്വർണ്ണവിലയിൽ വൻ കുതിപ്പ്. പവന് ഒറ്റയടിക്ക് 960 രൂപ വർദ്ധിച്ചു. ഇതോടെ ഒരു പവൻ സ്വർണത്തിന്റെ വില 61,840 രൂപയായി. ഗ്രാമിന് 120 രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത്. 1 ഗ്രാം സ്വർണത്തിന്റെ വില 7,730 രൂപയിലെത്തി. 3 ദിവസത്തിനിടെ ഒരു പവൻ സ്വർണത്തിന് 1,760 രൂപയുടെ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ഡോളർ ശക്തമാകുന്നത് സ്വർണത്തിന്റെ ഇറക്കുമതി ചിലവ് വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇത് ആഭ്യന്തര സ്വർണ്ണവില വർദ്ധിക്കാനുള്ള കാരണമായി വിലയിരുത്തുന്നു. നാളെ അവതരിപ്പിക്കുന്ന കേന്ദ്ര ബജറ്റിൽ സ്വർണത്തിന്റെ ഇറക്കുമതി തീരുവ ഉയർത്തിയാൽ സ്വർണ്ണവില വീണ്ടും വർദ്ധിക്കും. മാസ്റ്റേഴ്സ് അസോസിയേഷൻ ഓഫ് കേരളയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന സീനിയർ നാഷണൽ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് കുന്നംകുളം ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ സിന്തറ്റിക് സ്റ്റേഡിയത്തിൽ തുടക്കമായി. ചാമ്പ്യൻഷിപ്പിന് തുടക്കം കുറിച്ച് നാഷണൽ അത്ലറ്റിക് അസോസിയേഷൻ പ്രസിഡന്റ് പി സുരേഷ് കുമാർ ശർമ്മ പതാക ഉയർത്തി. 400 മീറ്റർ ഓട്ട മത്സരത്തിൽ 30 മുതൽ 90 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ പങ്കെടുത്തു. ലോങ് ജമ്പ് മത്സരവും നടന്നു. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 1000-ലധികം പുരുഷ വനിതാ മത്സരാർത്ഥികളാണ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നത്. ചാമ്പ്യൻഷിപ്പ് വൈകിട്ട് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും. ചാമ്പ്യൻഷിപ്പ് തിങ്കളാഴ്ച സമാപിക്കും. സംസ്ഥാനത്ത് അടുത്ത മാസം 27-ന് തീരദേശ ഹർത്താൽ ആചരിക്കും. മണൽ ഖനന പദ്ധതിക്കെതിരെ മത്സ്യത്തൊഴിലാളി കോർഡിനേഷൻ കമ്മിറ്റിയാണ് ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. മത്സ്യത്തൊഴിലാളിക്കൊപ്പം മത്സ്യവിതരണക്കാരും സമരത്തിൽ പങ്കെടുക്കും. ഹർത്താലിന് മുന്നോടിയായി ഫെബ്രുവരി 17-ന് കൊല്ലത്ത് സമര പ്രഖ്യാപന കൺവെൻഷൻ സംഘടിപ്പിക്കും. മാർച്ച് 5-ന് പാർലമെന്റ് മാർച്ച് നടത്തുമെന്നും കോർഡിനേഷൻ കമ്മിറ്റി അറിയിച്ചു. ആമ്പല്ലൂരിൽ നിർമ്മാണം നടക്കുന്ന ദേശീയപാതയുടെ സർവീസ് റോഡിൽ കാർ കാനയിലേക്ക് ചെരിഞ്ഞ അപകടം. കാനയോട് ചേർന്നുള്ള കുഴിയിലാണ് കാർ കുടുങ്ങിയത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. പുതുക്കാട് ഭാഗത്തു നിന്നും തലൂരിലേക്ക് പോവുകയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. അടിപ്പാത നിർമ്മാണം നടക്കുന്ന സ്ഥലത്ത് വാഹനയാത്രക്കാർക്കും കാൽനട യാത്രക്കാർക്കും സുരക്ഷിതമായ യാത്ര ഒരുക്കാൻ അധികൃതർ തയ്യാറാകണമെന്ന് നാട്ടുകാർ പറഞ്ഞു. ദേശീയപാതയിലെ അടിപ്പാതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പണികൾ ആരംഭിച്ചിട്ട് 5 മാസത്തിലേറെയായി. കൃത്യമായി സർവീസ് റോഡിന്റെ പണി പൂർത്തീകരിക്കാത്തതാണ് അപകട കാരണമെന്ന് പൊതുപ്രവർത്തകനായ VR രബീഷ് പറഞ്ഞു. ഈ മേൽപ്പാലത്തിന്റെ പണി തുടങ്ങിയിട്ട് 4-5 മാസമായി. ഇതേവരെ ഇത് പൂർത്തീകരിച്ചിട്ടില്ല എന്ന് തന്നെയല്ല, നിരവധിയായ അപകടങ്ങളാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അടിപ്പാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള പൊടി കാരണം സമീപത്തുള്ള കച്ചവടക്കാർ വലിയ പ്രതിസന്ധിയിലാണെന്നും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഉടനടി പരിഹാരം കാണണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. വിൽപ്പനയ്ക്കായി വീട്ടിൽ സൂക്ഷിച്ചിരുന്ന 10 ലിറ്ററോളം വിദേശ മദ്യവുമായി യുവാവിനെ ചാവക്കാട് പോലീസ് പിടികൂടി. എടക്കഴിയൂർ 6-കല്ല് പടിഞ്ഞാറ് താമരശ്ശേരി വീട്ടിൽ വിജയനെയാണ് ചാവക്കാട് SHO VV വിമലിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പിടികൂടിയത്. പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് ഇയാളുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് 22ഓളം ബോട്ടിൽ പിടികൂടിയത്. ആവശ്യക്കാർക്ക് ഗ്ലാസിൽ മദ്യം ഒഴിച്ചു കൊടുക്കുന്ന രീതിയും വീട്ടിലുള്ളതായി പറയുന്നു. ഗുരുവായൂർ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ ഭരതനാട്യത്തിൽ അരങ്ങേറ്റം നടത്തി ടീം റവന്യൂ. തൃശൂർ തഹസിൽദാർ ടി ജയശ്രീയുടെ നേതൃത്വത്തിലായിരുന്നു അരങ്ങേറ്റം. ജോലി സമയം കഴിഞ്ഞാൽ താലൂക്ക് കോൺഫറൻസ് ഹാളിലായിരുന്നു 10-അംഗ സംഘത്തിന്റെ പരിശീലനം. തഹസിൽദാർ ടി ജയശ്രീ, വില്ലേജ് ഓഫീസർ ശ്രീവിദ്യ രാമചന്ദ്രൻ, സിനിഷ, ഷൈനി, സുനിത, നിഷ, പ്രിയ അരവിന്ദ്, അഞ്ജലി രാമചന്ദ്രൻ, ധന്യ, ബീന എന്നിവരാണ് അരങ്ങേറ്റം നടത്തിയത്. സുധി നൃത്തപ്രിയനായിരുന്നു പരിശീലകൻ. തൃശൂർ കുറ്റിപ്പുറം റോഡിന്റെ നിർമ്മാണ പ്രവർത്തികൾ അടുത്തയാഴ്ച ആരംഭിക്കും. 4 മാസത്തിനുള്ളിൽ കോൺക്രീറ്റ് പ്രവർത്തികൾ പൂർത്തിയാക്കാനാണ് പദ്ധതി. മുഴുവൻ പ്രവർത്തികളും തീരാൻ സമയമെടുക്കും. പാറമേക്കാവ് മുതൽ കല്ലുംപുറം വരെ 33 കിലോമീറ്റർ ദൂരം റോഡ് പുനർനിർമ്മാണം നടത്താനായിരുന്നു പദ്ധതി. എന്നാൽ പലപ്പോഴായി നിർമ്മാണം തടസ്സപ്പെട്ടു. 2021-ലാണ് പാതയുടെ നവീകരണം ആരംഭിച്ചത്. 200 കോടി രൂപ ചിലവഴിച്ചുള്ള നവീകരണത്തിന് 2023 സെപ്റ്റംബർ വരെയായിരുന്നു കരാർ കാലാവധി. റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നവീകരണം.
കോൺഗ്രസ് ക്ഷീണിക്കുമ്പോൾ രാജ്യത്ത് ഭിന്നിപ്പ് ശക്തിപ്പെടുന്നുവെന്ന് KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം പറഞ്ഞു. മഹാത്മാഗാന്ധി രക്തസാക്ഷിത്വ ദിനത്തിൽ നടത്തിയ മഹാത്മാഗാന്ധി കുടുംബസംഗമത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയിൽ കോൺഗ്രസും RSSും എന്നത് സജാതീയ ധ്രുവങ്ങളിൽ സഞ്ചരിക്കുന്ന രണ്ട് പ്രസ്ഥാനങ്ങളാണ്. അതുകൊണ്ട് തന്നെ സംഘപരിവാരങ്ങളെ പ്രതിരോധിക്കുക എന്നതാണ് ഓരോ കോൺഗ്രസുകാരന്റെയും കർത്തവ്യമെന്നും അത് നടപ്പിലാക്കാൻ കോൺഗ്രസിനല്ലാതെ മറ്റൊരു പ്രസ്ഥാനത്തിനും സാധ്യമല്ലെന്നും അദ്ദേഹം പറഞ്ഞു. തളിക്കുളം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് PS സുൽഫിക്കർ അധ്യക്ഷനായി. DCC സെക്രട്ടറിമാരായ K ദിലീപ് കുമാർ, VR വിജയൻ, CM നൌഷാദ്, സുനിൽ ലാലൂർ തുടങ്ങിയവർ സംസാരിച്ചു. കുറച്ചാളുകളിൽ കേന്ദ്രീകരിക്കുന്ന പഴയകാലത്ത് അന്ധവിശ്വാസങ്ങളും. വടക്കാഞ്ചേരി ശ്രീ കേരളവർമ്മ പൊതുവായനശാലയ്ക്ക് തുടർച്ചയായി 4ാം വർഷവും A+ അംഗീകാരം. 91 വർഷം മുമ്പാണ് വടക്കാഞ്ചേരിയിൽ കേരളവർമ്മ പൊതുവായനശാല രൂപീകരിച്ചത്. 1951 ജൂൺ 21 1157 നമ്പറായി തിരുവിതാംകൂർ കൊച്ചി ഗ്രന്ഥശാല സംഘത്തിൽ രജിസ്റ്റർ ചെയ്തു. 95 ലൈബ്രറി കൗൺസിലിൽ അഫിലിയേറ്റ് ചെയ്തു. 2008 മികച്ച ലൈബ്രറിക്കുള്ള EMS പുരസ്കാരം നേടി. ഈ നേട്ടം കൈവരിച്ച ജില്ലയിലെ ഏക ലൈബ്രറിയാണ് കേരളവർമ്മ. 35,000-ഓളം പുസ്തകങ്ങളിൽ പകുതിയോളം ഇംഗ്ലീഷ് പുസ്തകങ്ങളാണ്. ഗവേഷണ പ്രബന്ധങ്ങളും വിശാലമായ ലൈബ്രറി ഹാളും ശീതീകരിച്ച സെമിനാർ ഹാളും വായനശാലയുടെ പ്രധാന സവിശേഷതകളാണ്. ലൈബ്രറി കൗൺസിൽ നിർദ്ദേശിച്ചിട്ടുള്ള വിവിധ വേദികളും കരിയർ ഗൈഡൻസ് സെന്ററും പ്രവർത്തിക്കുന്ന വായനശാലയിൽ മെമ്പർമാരുടെ എണ്ണം 500-ലധികമാണ്. കലാമണ്ഡലം ഹൈദരാലി സംഗീതോത്സവം, ഭരതം ലളിതം സ്മൃതി പരിപാടി, സുമംഗല സ്മൃതി, ഭരതൻ പുരസ്കാര ശിശുദിന ചിത്രരചനാ മത്സരം എന്നീ സാംസ്കാരിക പരിപാടികൾ വർഷം തോറും ഇവിടെ നടത്താറുണ്ട്. ലൈബ്രറി അംഗം കൂടിയായ സേവിയർ ചിറ്റിലപ്പള്ളി MLA ലൈബ്രറിയെ സാംസ്കാരിക സമുച്ചയമാക്കി നവീകരിക്കാൻ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 50 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. V മുരളി വായനശാല പ്രസിഡന്റും G സത്യൻ സെക്രട്ടറിയുമാണ്. TC വിനോസ്, വടക്കാഞ്ചേരി. തദ്ദേശ ദിനാഘോഷത്തിന്റെ ഭാഗമായുള്ള ജില്ലാതല കലാകായിക മത്സരങ്ങൾ അരിമ്പൂർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയ്കുമാർ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് CG സജീഷ് അധ്യക്ഷത വഹിച്ചു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ PN വിനോദ് കുമാർ, വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി അൻസാർ മുഹമ്മദ്, അരിമ്പൂർ പഞ്ചായത്ത് സെക്രട്ടറി റെനി പോൾ, ജനപ്രതിനിധി ശോഭ ഷാജി തുടങ്ങിയവർ പങ്കെടുത്തു. ഫെബ്രുവരി 2 മുതൽ 9 വരെ തിരുവില്വാമലയിൽ ഗായത്രി മഹായജ്ഞം നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ശ്രീ വ്യാസതപോദ്യാൻ ആശ്രമത്തിലെ ആഭിമുഖ്യത്തിൽ വില്വാദ്രിനാഥ ക്ഷേത്രത്തിന് സമീപത്തെ ആശ്രമ ഭൂമിയിൽ പ്രത്യേകം തയ്യാറാക്കിയ യജ്ഞമണ്ഡപത്തിലാണ് ഗായത്രി മഹായജ്ഞം നടക്കുക. സ്വാമി ബ്രഹ്മാനന്ദ സരസ്വതി മഹാരാജാണ് യജ്ഞാചാര്യൻ. മഹാമണ്ഡലേശ്വർ സ്വാമി പ്രഭാകരാനന്ദ സരസ്വതി, ശ്രീ വ്യാസതപോദ്യാൻ ആശ്രമ മഠാധിപതി സ്വാമി ബ്രഹ്മാനന്ദ സരസ്വതി, വിശ്വബ്രഹ്മ ശങ്കരാചാര്യ പീഠാധീശ്വർ ദണ്ഡിസ്വാമി സാധു കൃഷ്ണാനന്ദ സരസ്വതി, സ്വാമി വേണുഗോപാലാനന്ദ സരസ്വതി, KP ശ്രീജ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഇരിങ്ങാലക്കുട അവിട്ടത്തൂർ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് ഇന്ന് രാത്രി കൊടിയേറും. ഉത്സവത്തിന്റെ ഭാഗമായുള്ള കലവറ നിറയ്ക്കൽ ചടങ്ങ് ഭക്തിസാന്ദ്രമായി. ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിൽ നിന്നും കൊണ്ടുവന്ന ദീപം തെളിയിച്ച് തുടങ്ങിയ ചടങ്ങിന് ബാലൻ അമ്പാടത്ത് പല വ്യഞ്ജനങ്ങളും പച്ചക്കറിയും ഭഗവാന് സമർപ്പിച്ച് തുടക്കം കുറിച്ചു. തുടർന്ന് ഒട്ടേറെ ഭക്തജനങ്ങളും തങ്ങൾ കൊണ്ടുവന്ന സാധനങ്ങൾ ക്ഷേത്രത്തിൽ സമർപ്പിച്ചു. ക്ഷേത്രത്തിൽ ആദ്യമായി നടന്ന കലവറ നിറയ്ക്കൽ ചടങ്ങിന് ഭക്തജനങ്ങളുടെ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. എന്താ പറയുക, വലിയവിളക്കിൻ്റെ അന്ന്, പള്ളിവേട്ട അന്ന്, അതേപോലെ തന്നെ ആറാട്ടിൻ്റെ അന്ന്, അതേപോലെ എല്ലാ ദിവസവും കലാപരിപാടിയിലും പങ്കെടുക്കുന്നവർക്ക്, മേളക്കാർക്ക് ഒക്കെ നമ്മൾ ഭക്ഷണം കൊടുക്കാറുണ്ട്. ആ ഭക്ഷണം കൊടുക്കാനുള്ള ഭക്ഷണത്തിന് ആവശ്യമായ സാധനങ്ങൾ നെല്ലായി പന്തല്ലൂർ മുല്ലോർലി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനാഘോഷം ഫെബ്രുവരി 1 മുതൽ 3 വരെ വിവിധ ചടങ്ങുകളോടെ നടക്കുമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു. 3-ന് 3 ആനകളോടുകൂടിയ പുറത്തേക്കെഴുന്നള്ളിപ്പ്, പഞ്ചവാദ്യമേളം, കാളകളി, തായമ്പക എന്നിവയുണ്ടാകും. വാർത്താസമ്മേളനത്തിൽ പ്രസിഡന്റ് KK രാജൻ, സെക്രട്ടറി KP ഗോപാലകൃഷ്ണൻ, NS ശിവരാമൻ, T ശിവശങ്കരൻ എന്നിവർ പങ്കെടുത്തു.
വന്യജീവി ആക്രമണം തടയുക, വനം വകുപ്പ് മന്ത്രി എ.കെ. ശശീന്ദ്രൻ രാജിവെക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് കർഷക കോൺഗ്രസ് നാട്ടിക നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സായാഹ്ന ധർണ നടത്തി. പെരിങ്ങോട്ടുകര സെന്ററിൽ സംഘടിപ്പിച്ച ധർണ മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുധീർ പാടൂർ അധ്യക്ഷനായി. കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ MB സജീവ്, അശോകൻ പൊറ്റേക്കാട്ട്, കർഷക കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി വേലായുധൻകുട്ടി, താന്നിയം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MK ചന്ദ്രൻ, അന്തിക്കാട് മണ്ഡലം പ്രസിഡന്റ് KB രാജീവ് തുടങ്ങിയവർ സംസാരിച്ചു. എരുമപ്പെട്ടി കുട്ടഞ്ചേരി ഗവൺമെന്റ് LP സ്കൂളിൽ കിഡ്സ് ഫെസ്റ്റിന്റെ ഭാഗമായി മുത്തശ്ശി മുത്തശ്ശന്മാരെ ആദരിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സുരേഷ് അധ്യക്ഷയായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമന സുഗതൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഡോക്ടർ VC ബിനോജ്, പഞ്ചായത്ത് അംഗങ്ങളായ സ്വപ്ന പ്രദീപ്, PK അനിത തുടങ്ങിയവർ സംസാരിച്ചു. പുന്നംപറമ്പ് പഞ്ചായത്തും ജില്ലാ വ്യവസായ വകുപ്പും സംയുക്തമായി നടത്തുന്ന മച്ചാട് കാർണിവൽ സീസൺ 3യുടെ നോട്ടീസ് പ്രകാശനം നടന്നു. മച്ചാട് മാമാങ്കം പറയെടുപ്പ് പാരമ്പര്യ അവകാശി അരീക്കര ഇല്ലം AP കൃഷ്ണകുമാർ നോട്ടീസ് പ്രകാശനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ PR രാധാകൃഷ്ണൻ, VC സജീന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MK ശ്രീജ തുടങ്ങിയവർ സന്നിഹിതരായി. ഫെബ്രുവരി 13 മുതൽ 20 വരെയാണ് കാർണിവൽ. നാട്ടിക MLAയുടെ വ്യാജ ഒപ്പിട്ട് നിയമസഭയിൽ നിന്നും ഓവർടൈം ഡ്യൂട്ടി അലവൻസ് സാമ്പത്തിക ക്രമക്കേട് നടത്തിയ മുൻ PA മസൂദ് K വിനോദിനെതിരെ തിരുവനന്തപുരം സിറ്റി മ്യൂസിയം പോലീസ് കേസെടുത്തു. നിയമസഭയിൽ നിന്നും ലഭ്യമാക്കിയ വിവരാവകാശ രേഖ പ്രകാരം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതാവ് AA മുഹമ്മദ് ഹാഷിം നൽകിയ പരാതിയിലാണ് നടപടി. MLA ഓഫീസിലെ പ്രവർത്തനങ്ങളിലെ ക്രമക്കേടുകൾ കണ്ടെത്തിയതോടെ CC മുകുന്ദൻ MLA മസൂദിനെ പേഴ്സണൽ സ്റ്റാഫിൽ നിന്നും നേരത്തെ പുറത്താക്കിയിരുന്നു. മസൂദിനെതിരെ MLA പരാതി നൽകിയിട്ടും ജില്ലാ നേതൃത്വം മസൂദിനെ സംരക്ഷിച്ചെന്ന ആക്ഷേപവും ഉയർന്നിട്ടുണ്ട്. അടാട്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി രക്തസാക്ഷിത്വ ദിനത്തിൽ മുതുവറയിൽ ഏകദിന ഉപവാസ സമരം നടത്തി. KPCC സെക്രട്ടറി A പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. അടാട്ട് മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുനിൽ ഗോപാൽ അധ്യക്ഷത വഹിച്ചു. മുൻ MLA അനിൽ അക്കര, DCC സെക്രട്ടറിമാരായ PV ചന്ദ്രൻ, PK രാജൻ, യൂത്ത് കോൺഗ്രസ് സെക്രട്ടറി അഭിലാഷ് പ്രഭാകർ തുടങ്ങിയവർ സംസാരിച്ചു. സമാപന സമ്മേളനം KPCC സെക്രട്ടറി CC ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. അതായത് രാജ്യം വിഭജിക്കപ്പെടുമ്പോൾ നമ്മുടെ ദേശീയ നേതാക്കന്മാർ ധരിച്ചത് അതിർത്തിയുള്ള കുറച്ച് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥാനമാറ്റം ഉണ്ടാകുന്നതിന്. AIYF കുന്നംകുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എരുമപ്പെട്ടി സെന്ററിൽ ഗാന്ധി രക്തസാക്ഷിത്വ ദിനത്തോടനുബന്ധിച്ച് പൊതുയോഗം നടത്തി. CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം EM സതീശൻ ഉദ്ഘാടനം ചെയ്തു. AIYF മണ്ഡലം പ്രസിഡന്റ് P സതീഷ് കുമാർ അധ്യക്ഷനായി. KT ഷാജൻ, പ്രേംരാജ് ചൂണ്ടാലത്ത്, AH ഹസൻ കുട്ടി, റിനോൾഡ് തോമസ് എന്നിവർ സംസാരിച്ചു. KSSPU തെക്കുംകര പഞ്ചായത്ത് യൂണിറ്റിന്റെ വാർഷിക സമ്മേളനം ജില്ലാ കമ്മിറ്റി അംഗം ആന്റണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് വൈസ് പ്രസിഡന്റ് KK ഭരതൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി MN കൃഷ്ണൻകുട്ടി, തോമസ് M മാത്യു, MJ അഗസ്റ്റിൻ തുടങ്ങിയവർ സംസാരിച്ചു. DYFI എരുമപ്പെട്ടി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി രക്തസാക്ഷിത്വ ദിനത്തിന്റെ ഭാഗമായി സ്റ്റാൻഡ് ഫോർ സെക്യുലർ ഇന്ത്യ എന്ന മുദ്രാവാക്യവുമായി പൊതുയോഗം നടത്തി. നെല്ലുവായ് സെന്ററിൽ DYFI മുൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം MJ ബിനോയ് ഉദ്ഘാടനം ചെയ്തു. മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് MV വിനീത അധ്യക്ഷയായി. CPM വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PC അബാൽ മണി, DYFI വടക്കാഞ്ചേരി ബ്ലോക്ക് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് MM മഹേഷ്, TK ശിവൻ, കുഞ്ഞുമോൻ കരിയന്നൂർ തുടങ്ങിയവർ സംസാരിച്ചു. കടപ്പുറം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ എക്കോ ക്ലബിന്റെ നേതൃത്വത്തിൽ എൻവിയോൺമെന്റ് എഡ്യൂക്കേഷൻ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്ക് LED ബൾബ് നിർമ്മാണ പരിശീലനം സംഘടിപ്പിച്ചു. കടപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സാലിഹ ഷൌക്കത്ത് ഉദ്ഘാടനം ചെയ്തു. പ്രധാനാധ്യാപിക രാജി, കോർഡിനേറ്റർ ജാസ്മിൻ തുടങ്ങിയവർ സംസാരിച്ചു. VHSE വിഭാഗം അധ്യാപകൻ യദു കൃഷ്ണന്റെ നേതൃത്വത്തിലായിരുന്നു പരിശീലനം.
പുത്തൂർ തുളിയാൻപാടത്ത് കാർഷികേതര തൊഴിലാളി സഹകരണ സംഘം നടത്തിയ കൊയ്ത്തുത്സവം ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR രവി ഉദ്ഘാടനം ചെയ്തു. പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. CPM ഒല്ലൂർ ഏരിയ സെക്രട്ടറി NN ദിവാകരൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ KV സജു, ബ്ലോക്ക് മെമ്പർ PS ബാബു, കാർഷികേതര തൊഴിലാളി സഹകരണ സംഘം പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ ഞാറ്റുവെട്ടി തുടങ്ങിയവർ പങ്കെടുത്തു. വിളക്കാട്ടുപാടം ദേവസൂര്യ കലാവേദിയും പാവറട്ടി ജനകീയ ചലച്ചിത്രവേദിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന 10ാമത് ഗ്രാമീണ ചലച്ചിത്രോത്സവത്തിന് ബുധനാഴ്ച തിരശ്ശീല ഉയരുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 5 ദിവസങ്ങളിലായി നടക്കുന്ന ഗ്രാമീണ ചലച്ചിത്രോത്സവത്തിൽ അന്തർദേശീയ ദേശീയ ചലച്ചിത്രങ്ങൾക്കൊപ്പം ഷോർട്ട് ഫിലിമുകളും ഡോക്യുമെന്ററികളും പ്രദർശിപ്പിക്കും. ദേവസൂര്യയുടെ ജോൺ എബ്രഹാം ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് പാലുവായി സ്വദേശിയും ചേതന മീഡിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറുമായ ഫാദർ ബെന്നി ബെനഡിക്റ്റിന് സമ്മാനിക്കും. സംഘാടക സമിതി ഭാരവാഹികളായ റാഫി നീലങ്കാവൽ, റെജി വിളക്കാട്ടുപാടം, ജെയ്സൺ ഗുരുവായൂർ, KP അഭിലാഷ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥ കേന്ദ്രത്തിലെ ഇടവക ദിനം ഞായറാഴ്ച ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വൈകിട്ട് സമർപ്പണ ബലിയോടെ ഇടവക ദിനാഘോഷ പരിപാടികൾ ആരംഭിക്കും. തുടർന്ന് പാരിഷ് ഹാളിൽ ചേരുന്ന പൊതുയോഗത്തിൽ നവവൈദികൻ ഫാദർ ബ്രിൽവിൻ ഒലക്കേങ്കിലിന് ചടങ്ങിൽ സ്വീകരണം നൽകും. വിവിധ മേഖലകളിൽ പ്രതിഭകളായവരെയും ജൂബിലിയേറിയന്മാരെയും ആദരിക്കുകയും കലാസാഹിത്യ കായിക മത്സര വിജയികൾക്കുള്ള സമ്മാനദാനവും വൈവിധ്യമാർന്ന കലാപരിപാടികളും സ്നേഹവിരുന്നും ഉണ്ടായിരിക്കും. വാർത്താസമ്മേളനത്തിൽ തീർത്ഥകേന്ദ്രം ഡയറക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി, ട്രസ്റ്റി പിയൂസ് പുലിക്കോട്ടിൽ, കൺവീനർ OJ ജസ്റ്റിൻ, പബ്ലിസിറ്റി കൺവീനർ NJ ലിയോ, സെക്രട്ടറി റാഫി നീലങ്കാവൽ എന്നിവർ പങ്കെടുത്തു. ബാലസംഘവും പുരോഗമന കലാസാഹിത്യ സംഘവും സംയുക്തമായി ഗാന്ധി സ്മൃതി സംഘടിപ്പിച്ചു. കാളമുറിയിൽ നടന്ന ഗാന്ധി സ്മൃതി ബാലസംഘം ജില്ലാ കോർഡിനേറ്റർ നൌമി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ മഞ്ജു ഹാസ് കരയാംവട്ടത്ത് അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് VD പ്രേംപ്രസാദ്, BS ശക്തിധരൻ, സ്മിജ മധു, CB ആര്യ, ഏങ്ങണ്ടിയൂർ കാർത്തികേയൻ, തസ്നി തുടങ്ങിയവർ സംസാരിച്ചു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന മലയോര സമരയാത്രയ്ക്ക് ജില്ലയിൽ സ്വീകരണം നൽകി. അതിരപ്പള്ളി ചായപ്പൻകുഴിയിൽ നൽകിയ സ്വീകരണ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ സനീഷ് കുമാർ ജോസഫ് MLA അധ്യക്ഷത വഹിച്ചു. ആക്രമണങ്ങളിൽ പരിക്കേറ്റവരെയും കുടുംബങ്ങളുടെയും വന്യജീവികൾ കൃഷി നശിപ്പിച്ച കർഷകരെയും പ്രതിപക്ഷ നേതാവ് സന്ദർശിച്ചു. വന്യമൃഗങ്ങൾ കാരണം നാശനഷ്ടങ്ങൾ ഉണ്ടായവർക്ക് മതിയായ നഷ്ടപരിഹാരം ലഭിക്കാൻ നടപടി ആവശ്യപ്പെടുന്ന നിവേദനം യോഗത്തിൽ കർഷകർ പ്രതിപക്ഷ നേതാവിന് കൈമാറി. UDF നേതാക്കളായ VO പൈലപ്പൻ, CG ബാലചന്ദ്രൻ, MT ഡേവിസ്, IM അബ്ദുൾ മജീദ് എന്നിവർ പങ്കെടുത്തു. ഈ യാത്ര എന്തിനു വേണ്ടിയാണ് നടത്തുന്നതെന്ന് എനിക്ക് മുമ്പ് സംസാരിച്ച നേതാക്കൾ നിയമസഭയിൽ ഇതിനെക്കുറിച്ച് പറയും. ജീവിതം ഐക്യസുവിശേഷ സംഘത്തിന്റെ നേതൃത്വത്തിൽ ഐക്യസുവിശേഷ മഹായോഗം ഫെബ്രുവരി 3 മുതൽ 9 വരെ കുന്നംകുളത്ത് നടക്കും. ഐക്യസുവിശേഷ സംഘം പ്രസിഡന്റ് മാർ ബസേലിയോസ് മെത്രാപോലീത്ത സുവിശേഷ മഹായോഗം ഉദ്ഘാടനം ചെയ്യും. വാർത്താസമ്മേളനത്തിൽ സെക്രട്ടറി ഷാജൻ മാത്യു, ട്രഷറർ സ്റ്റാൻലി വർഗീസ്, PRO താജ് പോൾ പനക്കൽ, പബ്ലിസിറ്റി കൺവീനർ ടൈനി സൈമൺ എന്നിവർ പങ്കെടുത്തു. റേഷൻ കടകളിലെ ഭക്ഷ്യധാന്യ ക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കയ്പമംഗലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മാർച്ചും ധർണയും നടത്തി. ചളിങ്ങാട് സെന്ററിലെ റേഷൻ കടയ്ക്ക് മുന്നിൽ നടത്തിയ പ്രതിഷേധ ധർണ DCC ജനറൽ സെക്രട്ടറി KF ഡൊമിനിക് ഉദ്ഘാടനം ചെയ്തു. കയ്പമംഗലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് KV അബ്ദുൾ മജീദ് അധ്യക്ഷത വഹിച്ചു. DCC മെമ്പർ മണി കാവുങ്ങൽ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റുമാരായ സുരേഷ് കൊച്ചുവീട്ടിൽ, അനസ് അബൂബക്കർ, CJ ജോഷി എന്നിവർ നേതൃത്വം നൽകി. തൃശൂർ വിവേകോദയം ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വാർഷികാഘോഷം P ബാലചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. മുൻ നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് തേറമ്പിൽ രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഗായിക ഇന്ദുലേഖ വാര്യർ, പ്രിൻസിപ്പാൾ TS പത്മജ, MG സജീവ് തുടങ്ങിയവർ സംസാരിച്ചു. കേരളത്തിൽ
കേരളത്തിലെ ജലജീവൻ മിഷൻ പദ്ധതി നിർവഹണത്തിൽ അതിരൂക്ഷമായ പ്രതിസന്ധിയാണ് നേരിടുന്നതെന്നും കരാറുകാർക്ക് ഫണ്ട് നൽകാത്തതിനാൽ നാളെ മുതൽ നിർമ്മാണ പ്രവൃത്തികൾ നിർത്തിവെക്കണമെന്നും JJM കോൺട്രാക്ടേഴ്സ് സംയുക്ത സമരസമിതി ഭാരവാഹികൾ തൃശൂരിൽ അറിയിച്ചു. സംസ്ഥാനത്ത് 41,500 കോടി രൂപ കരാറുകാർക്ക് നൽകാനുണ്ട്. അനുവദിക്കപ്പെടുന്ന ഫണ്ടുകൾ സീനിയോറിറ്റി മറികടന്ന് വാട്ടർ അതോറിറ്റി ക്രമവിരുദ്ധമായി വിതരണം ചെയ്യുകയാണെന്നും ഉടൻ ബില്ലുകൾ പാസാക്കി തുക നൽകണമെന്നും കരാറുകാർ ആവശ്യപ്പെട്ടു. സംയുക്ത സമരസമിതി ജില്ലാ പ്രസിഡന്റ് KR അജയൻ, സെക്രട്ടറി പോളി വർഗീസ്, PV ടോണി, ദിൽ ഗോവിന്ദ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പുലരി ബാലസാഹിത്യ അവാർഡ് വിതരണവും CR ദാസ് രചിച്ച റെഡ് ഫുഡ് സ്റ്റെപ്സ് എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും ഫെബ്രുവരി 8 നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ജവഹർ ബാലഭവനിൽ നടക്കുന്ന ചടങ്ങിൽ ചെറുകഥ, കവിത, ചിത്രരചനാ മത്സരങ്ങളിൽ സംസ്ഥാന തലത്തിൽ അവാർഡ് നേടിയവർക്കുള്ള പുരസ്കാരങ്ങൾ ഡോക്ടർ ശ്രീലത വർമ്മ, ഡോക്ടർ ബെന്നി ജേക്കബ്, ഡോക്ടർ പ്രദീപൻ എന്നിവർ വിതരണം ചെയ്യും. K. രാധാകൃഷ്ണൻ MP പുസ്തകം പ്രകാശനം നിർവഹിക്കും. പുലരി പ്രസിഡന്റ് ഡോക്ടർ KG വിശ്വനാഥൻ, സെക്രട്ടറി CR ദാസ്, താര അതിയിടത്ത്, സുരേഷ് കോമ്പാത്ത്, കോലഴി നാരായണൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കൊണ്ടാഴി പഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കറവ പശുക്കൾക്കുള്ള കാലിത്തീറ്റ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് K. ശശിധരൻ ഉദ്ഘാടനം നിർവഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജു തടത്തിവിള അധ്യക്ഷത വഹിച്ചു. മായന്നൂർ വെറ്റിനറി സർജൻ ഡോക്ടർ സന്ധ്യ അച്യുതൻ, വൈസ് പ്രസിഡന്റ് ലത നാരായണൻകുട്ടി, പഞ്ചായത്ത് അംഗങ്ങളായ EK മനോജ്, K. സുധേവൻ, ക്ഷീരസംഘം പ്രസിഡന്റ് കൃഷ്ണൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. മാലിന്യമുക്ത കേരളത്തിന്റെ ഭാഗമായി വള്ളത്തോൾ നഗർ പഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷനായ PA യൂസഫ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ശുചീകരണം നടത്തിയത്. ഹരിതകർമ്മസേനയിലെ പ്രസിഡന്റ് ഗീത, സെക്രട്ടറി PS സെജീല എന്നിവരുടെ നേതൃത്വത്തിലുള്ള 25ഓളം വരുന്ന സംഘം ശുചീകരണ പ്രവർത്തനത്തിൽ പങ്കെടുത്തു. കോഴിക്കോട് നടന്ന മിസ്റ്റർ ആൻഡ് മിസസ് കേരള മത്സരത്തിൽ ഫാഷൻ ഐക്കൺ കേരള ടൈറ്റിൽ വിന്നറായി തൃശൂർ സ്വദേശി മനോജ് പൊറ്റേക്കാട്ട്. പാലാഴി സ്വദേശിയായ മനോജ് നിരവധി ഫാഷൻ ഷോകളിലും വിന്നറാണ്. നാഷണൽ പഞ്ചഗുസ്തി മത്സരത്തിൽ സ്വർണ്ണ മെഡൽ നേടിയിട്ടുള്ള മനോജിന് തന്റെ 60ാം പിറന്നാൾ ദിനത്തിൽ കിട്ടിയ നേട്ടം ഇരട്ടി മധുരമായി. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച ആദരണം ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ അധ്യക്ഷനായി. പഞ്ചായത്ത് പ്രസിഡന്റ് S. ബസന്ത്ലാൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഡോക്ടർ VC ബിനോജ്, പഞ്ചായത്ത് അംഗം MK ജോസ്, PTA പ്രസിഡന്റ് ഷീബ രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. HSS തിരുവളയന്നൂർ ഇക്കോ ക്ലബിന്റെ നേതൃത്വത്തിൽ ഇറക്കിയ നെൽകൃഷിയുടെ വിളവെടുപ്പ് നടന്നു. NK അക്ബർ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ, വടക്കേക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ഇൻചാർജ് ജിൽസി ബാബു, ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബിജു പള്ളിക്കര, വടക്കേക്കാട് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഷീദ് എന്നിവർ പങ്കെടുത്തു. പെരിങ്ങോട്ടുകര വാഗ ബോൺസ് ക്രിക്കറ്റ് അക്കാദമിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഓൾ കേരള അണ്ടർ 13 ക്രിക്കറ്റ് ടൂർണമെന്റിന് തുടക്കമായി. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ അപെക്സ് കൌൺസിലർ K. സതീശൻ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. വാഗ ബോൺസ് ക്രിക്കറ്റ് അക്കാദമി രക്ഷാധികാരി മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു. താന്യം പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിജു പുലിക്കോട്ടിൽ, ചാഴൂർ പഞ്ചായത്ത് അംഗം ജോഷി എന്നിവർ സംസാരിച്ചു. ജീവകാരുണ്യ പ്രവർത്തകയും പ്രവാസിയുമായ തങ്കമണി നമ്പലാട്ടിന്റെ ചികിത്സാധന സഹായം രോഗബാധിതർക്ക് UR പ്രദീപ് MLA കൈമാറി. കുമ്പളക്കോട് കാക്കരക്കുന്ന് ടാപ്പിംഗ് തൊഴിലാളിയായിരുന്ന അയ്യപ്പന് 50,000 രൂപയും പുത്തിരിത്തറ
കിളിയനിക്കടവ് പാറക്കോട്ടുപടി രാമന് 20,000 രൂപയും UR പ്രദീപ് MLA രോഗബാധിതരുടെ വീടുകളിൽ ചെന്ന് കൈമാറി. ശോഭന രാജൻ, KM അസീസ്, KP ശ്രീജയൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കണമെന്ന് KSSPU ലോകമല്ലേശ്വരം യൂണിറ്റ് വാർഷിക സമ്മേളനം ആവശ്യപ്പെട്ടു. നഗരസഭ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് VS ദിനൽ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് TK സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. A രാമചന്ദ്രൻ, NAM അഷ്റഫ്, രാജഗോപാൽ എന്നിവർ സംസാരിച്ചു. സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7,690, പവന് 61,520. വെള്ളി ഗ്രാമിന് 101, പ്ലാറ്റിനം ഗ്രാമിന് 3,310 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. 3,000 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ അതിരപ്പള്ളി വില്ലേജ് ഓഫീസർ വിജിലൻസിന്റെ പിടിയിലായി. പറവൂർ സ്വദേശി KL ജൂഡാണ് പിടിയിലായത്. ഭൂമിയുടെ അവകാശ രേഖ അനുവദിക്കുന്നതിനായി പണം കൈപ്പറ്റുന്നതിനിടെയായിരുന്നു അറസ്റ്റ്. ബജറ്റ് സമ്മേളനത്തിന് ലോക്സഭയിൽ തുടക്കമായി. 3ാം മോദി സർക്കാരിന്റെ 2ാം ബജറ്റ് നാളെ. ബജറ്റിൽ പ്രതീക്ഷയർപ്പിച്ച തൃശൂർ. കുപ്രസിദ്ധ ഗുണ്ട തീക്കാറ്റ് സാജനെ നാളെ തൃശൂരിലെത്തിക്കും. ഒളിവിലായിരുന്ന ഇയാളെ ഹൈദരാബാദിൽ നിന്നാണ് പോലീസ് പിടികൂടിയത്. ഡി-സോൺ കലോത്സവത്തിനിടെയുണ്ടായ സംഘർഷം 3 KSU പ്രവർത്തകർ കൂടി കസ്റ്റഡിയിൽ. യൂണിയൻ ചെയർപേഴ്സണിന്റെ പരാതിയിൽ 10 SFI പ്രവർത്തകർക്കെതിരെ കേസെടുത്തു. സ്വർണ്ണവില കുതിക്കുന്നു. പവന് 960 രൂപയുടെ വർധന. 1 പവൻ സ്വർണത്തിന്റെ വില 61,840 രൂപ. സീനിയർ നാഷണൽ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് കുന്നംകുളത്ത് തുടക്കമായി. 4 ദിവസം നീണ്ടു നിൽക്കുന്ന ചാമ്പ്യൻഷിപ്പ് തിങ്കളാഴ്ച സമാപിക്കും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.